വിവരങ്ങൾ നൽകിയത്. മണ്ണിടിച്ചിൽ വളരെ ഗുരുതരമാണ് എന്നാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിലാണ് മണ്ണിടിച്ചിൽ. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായി എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. സ്ഥലത്ത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. വാഹനങ്ങളടക്കം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. NDRF ടീം സ്ഥലത്ത് എത്തിയതായാണ് സൂചനകൾ. മണ്ണ് വലിയ തോതിൽ ഇടിഞ്ഞ് പാലത്തിലേക്ക് വീണു എന്നാണ് വിവരം. പാലം അപകടാവസ്ഥയിലാണ്. സമീപത്തെ വീട്ടുകാരെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. അപകടത്തിന് പിന്നാലെ മന്ത്രി T. സിദ്ദീഖ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മേപ്പാടിയിൽ ഇന്നലെ അതിതീവ്ര മഴ പെയ്തിരുന്നു. 24 മണിക്കൂറിൽ 226 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ മഴക്കാലത്തുണ്ടായ വലിയ ദുരന്തം നമുക്ക് അറിയാവുന്നതാണ്. ചൂരൽമല അടക്കമുള്ള മേഖലകളുണ്ടായ ദുരന്തം നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് വയനാട്ടിൽ ഇനിയും പോകാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള ആശങ്കയാണ് ഉയരുന്നത്. എന്താണെങ്കിലും മണ്ണിടിച്ചിലുണ്ടായി, അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നു, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. നമുക്ക് മറ്റൊരു മഴയുടെ വാർത്തയിലേക്ക് കൂടി പോകാം. മഹാരാഷ്ട്രയിൽ മഴക്കെടുതി മൂലം ഇതുവരെ 13 പേർ മരണപ്പെട്ടതായി സർക്കാർ പറയുന്നു. മുംബൈയിൽ വിവിധ ഇടങ്ങൾ വെള്ളത്തിനടിയിലായി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പരമാവധി